ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 4 പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലുള്ള ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ സമ്മർ ട്രാൻസ്ഫർ സൈനിങ് വന്നിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഇറ്റലിയിൽ നിന്നും അറ്റ്ലാന്റയുടെ എഡേഴ്സൺ, ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള എഡേഴ്സണാണ് ഈ സീസണിലെ നമ്മുടെ ആദ്യത്തെ സൈനിങ് ആയിട്ട് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ എഡേഴ്സൺ സൈനിങ്ങിനെ കുറിച്ച് തന്നെ പല വിധത്തിൽ രണ്ടഭിപ്രായങ്ങൾ നിൽക്കുന്നുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് പറയാം. എന്താണ് ഈ രണ്ടഭിപ്രായത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്, എഡേഴ്സന്റെ ലാസ്റ്റ് സീസണിലെ പെർഫോമൻസ് ആണ്. ഇതിനു മുമ്പ്, അതായത് നമ്മൾ ലാസ്റ്റ് സമ്മർ വിൻഡോയിലും നമ്മൾ ഈ എഡേഴ്സനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിന്റെ ഒരു ലിങ്ക് അപ്പ് ഇടുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ആ ഫോം, അതായത് ലാസ്റ്റ് സീസണിന് മുമ്പ്, അതായത് ഇതിന് മുമ്പത്തെ ട്രാൻസ്ഫർ വിൻഡോയിലുള്ള എഡേഴ്സന്റെ ഫോമിലല്ല ഈ സീസൺ അവസാനിച്ചപ്പോഴുള്ള എഡേഴ്സന്റെ ഫോം. അതുകൊണ്ട് തന്നെ എഡേഴ്സന്റെ ഫോമിനെ കുറിച്ച് ഭയങ്കര രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. എഡേഴ്സൺ നമുക്ക് പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഇപ്പോൾ, അദ്ദേഹത്തിന്റെ ഇത് കുറഞ്ഞു തുടങ്ങി, വർക്ക് റേറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വട്ടത്തെ വേൾഡ് കപ്പ് സ്ക്വാഡില്, ബ്രസീലിയൻ സ്ക്വാഡില് എഡേഴ്സിന് സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടില്ല. ഈ രണ്ട് കാരണങ്ങളാണ് നമ്മുടെ ഫസ്റ്റത്തെ സൈനിങ്ങിൽ കസിമീറോ റീപ്ലേസ്മെന്റ് ആയിട്ട് ഫസ്റ്റ് സൈനിങ് ആയിട്ട് എഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈനിങ് ആയിട്ട് വന്നപ്പോൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിക്കാം, ഒരിക്കലും കസിമീറോ എഡേഴ്സൺ ഒരു കമ്പാരിസൺ വെക്കരുത്. കാരണം കസിമീറോയുടെ ഫസ്റ്റ് റീപ്ലേസ്മെന്റ് ആയിട്ടല്ല എനിക്കിപ്പോഴും തോന്നുന്നത്, പേഴ്സണലി ഇപ്പോഴും തോന്നുന്നത് കസിമീറോയുടെ ഫസ്റ്റ് റീപ്ലേസ്മെന്റ് അല്ല ഒരിക്കലും എഡേഴ്സൺ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിലും പറഞ്ഞത്, നമുക്ക് നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഒരുപാട് മത്സരങ്ങൾ വരും. എല്ലാ മത്സരങ്ങളിലും ഇപ്പൊ കണ്ടു അല്ലെങ്കിൽ നമുക്ക് ഒരു 11 തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കണമെന്നില്ല. കാരണം വീക്കിലി 1, 2, 3 മത്സരങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്ര പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകണം എന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എഡേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സ്ക്വാഡിൽ മികച്ച ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ് ടു ആ നമ്മൾ കൊടുത്ത എമൗണ്ട് 40-45 മില്യണിന്റെ ഉള്ളിൽ നമ്മൾ പേ ചെയ്ത എമൗണ്ടിൽ എഡേഴ്സൺ പോലെ ഒരു പ്ലെയർ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷനിൽ ആപ്റ്റാണ്. നമുക്ക് ഇനി കുറച്ച് ഡിപ്പാർച്ചേഴ്സ് നടക്കാനുണ്ട്. ഇപ്പോൾ റാസ്മസ് ഹോയിലുണ്ട്, നമ്മുടെ ഇതിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കസിമീറോ ചിലപ്പോൾ ഉഗാത്ത ഈ ഒരു വിൻഡോയിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മേസൺ മൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് പേര് പുറത്തേക്ക് പോകാണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ മിഡ്ഫീൽഡിൽ നിന്നായിരിക്കും. അതുകൊണ്ട് മിഡ്ഫീൽഡിൽ നമുക്ക് 1, 2, 3 സൈനിങ്സ് അത്യാവശ്യമാണ്. അതിൽ എഡേഴ്സനെ പോലെ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എഡേഴ്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാനേജറിയൽ പ്ലെയർ ആയിട്ടാണ് മിക്കവരും കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു നല്ല മാനേജറിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ നല്ലൊരു മാനേജറിന്റെ ടാക്ടിക്സിന്റെ അണ്ടറിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ് എഡേഴ്സൺ. അദ്ദേഹത്തിന് ആകെ കൂടി ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ കാർഡുകൾ വാങ്ങിക്കാൻ ഉള്ള ടെൻഡൻസി അത് വളരെ കൂടുതലുള്ള ഒരു പ്ലെയറാണ് എഡേഴ്സൺ. അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി, അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇത്ര ഗോൾ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഒരിക്കലും കസിമീറോ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോറിൽ മുമ്പിൽ പല സിറ്റുവേഷനിൽ നമുക്ക് കസിമീറോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അതുപോലെ സ്കോറിങ്ങിൽ, അറ്റാക്കിങ്ങിൽ ഒരു ഹെൽപ്പിംഗ് ഒരിക്കലും എഡേഴ്സനെ കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഡിഫെൻസീവില് മികച്ച രീതിയിൽ വർക്ക് റേറ്റ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിംഗ്, യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ളത് കൗണ്ടർ അറ്റാക്കിംഗ് ആണ്. ആ കൗണ്ടർ അറ്റാക്കിങ്ങിൽ എഡേഴ്സനെ പോലുള്ള ഒരു പ്ലെയർ വളരെ അധികം ആപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എഡേഴ്സൺ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സൈനിങ് ആയിരിക്കും. എഡേഴ്സനെ കൂടാതെ 1-2 സൈനിങ്ങും കൂടി മിഡ്ഫീൽഡിൽ നടന്നു കഴിഞ്ഞാൽ എഡേഴ്സൺ മികച്ച രീതിയിൽ ആ ടീമിൽ അല്ലെങ്കിൽ റൊട്ടേഷനിൽ മികച്ച രീതിയിൽ ആപ്റ്റ് ആവുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലെയറിലേക്ക് വരാം, നമ്മുടെ സെക്കൻഡ് പ്ലെയർ. ഞാൻ ഈ സെക്കൻഡ് പ്ലെയർ ഉദ്ദേശിക്കുന്ന ആള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരിക്കലും അതൊരു മിഡ്ഫീൽഡർ അല്ല. കാരണം നമ്മൾ ഇനി നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ട് സൈൻ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു മിഡ്ഫീൽഡറെ ആയിരിക്കണം. പക്ഷേ ഇന്നത്തെ ഒരു സിനാരിയോയില് മിഡ്ഫീൽഡർ അല്ലാതെ നമ്മളൊരു ലെഫ്റ്റ് ബാക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ആദ്യം ടാർഗറ്റ് വെക്കണം. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാഞ്ചസ്റ്റർ സിറ്റിയുടെയും അതേപോലെ തന്നെ ആഴ്സണലിന്റെയും ലെഫ്റ്റ് ബാക്കിനെ ടാർഗറ്റ് ചെയ്തിട്ട് റയൽ മാഡ്രിഡ് അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. ഈ അതായത് ആഴ്സണലിന്റെയും സിറ്റിയുടെയും ലെഫ്റ്റ് ബാക്കുകളിലെ ഏതെങ്കിലും ഒരു സൈനിങ് ഡീൽ ഡൺ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ ലെഫ്റ്റ് ബാക്കിൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള പ്ലെയറിലേക്ക് എന്തായാലും ഫോക്കസ് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂയിസ് ഹാളിലേക്ക് ആ ഫോക്കസ് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ കിട്ടിയ അറിവ് വെച്ച് ഏറെക്കുറെ 55 മില്യൺ ഉള്ളിൽ ലൂയിസ് ഹാളിനെ സൈൻ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരുവിധപ്പെട്ട എല്ലാ ജേർണലിസ്റ്റും പറയുന്നത്. 55 ഉള്ളിൽ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അപ്രോച്ച് നടത്തിയില്ല എങ്കിൽ ഉറപ്പ് സിറ്റി അല്ലെങ്കിൽ ആഴ്സണൽ ഈ റൈസിൽ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് ഒരു 70 അല്ലെങ്കിൽ 65-70 ആളുടെ റേറ്റ് മാറും. ബിക്കോസ് ആള് പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ട് ഇപ്പോൾ ലൈവിലുള്ള ലെഫ്റ്റ് ബാക്കിലുള്ള ഒരാളാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് അങ്ങനെ ഒരു മൂവ് നടത്തി കഴിഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ സൈൻ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൂയിസ് ഹാളിലേക്കുള്ളൊരു അപ്രോച്ച് മറ്റു ക്ലബിൽ നിന്ന് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ യുണൈറ്റഡിലെ ടാർഗറ്റിൽ റഡാറിൽ ഉള്ളൊരു പ്ലെയർ ആണ് ലൂയിസ് ഹാൾ എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടത് ലൂയിസ് ഹാളിനെ ആയിരിക്കും. കാരണം മറ്റ് സൈനികങ്ങളെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുക്കണം. കാരണം ലൂക്ക് ഷോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി ഡോർഗു ഉണ്ട്, പക്ഷെ ഡോർഗു എത്രമാത്രം വില്ലിംഗ് ആണ് ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ എന്നുള്ളത് എനിക്കറിയില്ല. ആള് വിങ്ങിൽ കളിക്കാറുണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാറുണ്ട്, പക്ഷെ ലെഫ്റ്റ് ബാക്കിൽ എങ്ങനെ കളിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. പിന്നുള്ള മലാസിയാണ് ആളുടെ കാര്യത്തിൽ നിൽക്കോ നിൽക്കില്ലേ, പോവില്ലേ, ഉണ്ടോ ടീമിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ലാത്ത മലാസിയ. അതുകൊണ്ട് നമുക്കൊരു ലെഫ്റ്റ് ബാക്ക് സൈനിങ് മസ്റ്റാണ്. ആ ലെഫ്റ്റ് ബാക്ക് സൈനിങ് ലൂയിസ് ഹാൾ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇനിയുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ പ്രയോറിറ്റി ലൂയിസ് ഹാളിലേക്ക് പോകണം. നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ പ്ലെയർ നമ്മൾ സൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്തായാലും സൈൻ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു പ്ലെയറിലാണ് മത്തിയസ് ഫെർണാണ്ടസ്. അതായത് വെസ്റ്റ് ഹാമിന്റെ മത്തിയസ് ഫെർണാണ്ടസ്. ലാസ്റ്റ് സീസണിലെ വെസ്റ്റ് ഹാമിന്റെ പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രം ഡൗൺ ആയ പോയ ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിങ്ങും അസിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു ഫിഗർ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ആളുടെ കളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ബാക്കിയുള്ള മാച്ചസുകൾ ഫോളോ ചെയ്യുന്നുള്ള ഒരാളാണെങ്കിൽ മത്തേസ് ഫെർണാണ്ടസ് ഒരു ജെമ്മാണ്. അതായത് ഇന്ന് വളർന്നു വരുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറാണ്. ഇന്ന് എമേർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലെയറിലെ ഏറ്റവും ബെസ്റ്റാണ് മത്തേസ് ഫെർണാണ്ടസ്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഹാമിന്റെ ഈ ഒരു ഡൗൺഫോൾ വരെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തി യങ്ങസ്റ്റ് പ്ലെയർ ഓഫ് ദ സീസണിന്റെ ലിസ്റ്റിൽ വന്ന ഒരു പ്ലെയറാണ് മത്തേസ് ഫെർണാണ്ടസ്. അതുകൊണ്ട് മത്തേസ് ഫെർണാണ്ടസിനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് വെച്ച് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോൾ അസിസ്റ്റ് റേഞ്ച് വെച്ച് ഒരിക്കലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത പ്രയോറിറ്റി അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് മിഡ്ഫീൽഡ് ടാർഗറ്റ് എനിക്ക് തോന്നുന്നത് ടൊണാലിയേക്കാൾ മുമ്പ് നമ്മൾ മത്തേസ് ഫെർണാണ്ടസിലേക്ക് പോകും, അല്ലെങ്കിൽ മത്തേസ് ഫെർണാണ്ടസ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൊണാലി ഞാൻ പറയുന്നത് നടക്കില്ല, അല്ലെങ്കിൽ ടൊണാലി ഒരു മോശം പ്ലെയറായിട്ട് അങ്ങനെ ഒരു കൺസിഡറേഷൻ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ 3 പ്ലെയേഴ്സാണ് മിഡ്ഫീൽഡിൽ മാത്രം നമ്മൾ സൈൻ ചെയ്തത് ഈ ഒരു സീസണിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മത്തേസ് ഫെർണാണ്ടസ്, ടൊണാലി, ഫൈൻഡേഴ്സ് 3 പ്ലെയർ ആണെങ്കിൽ ഓക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മത്തേസ് ഫെർണാണ്ടസ് ടൊണാലിനെ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. കാരണം ടൊണാലിയുടെ റൈസ് കുറച്ചും കൂടി ടഫാണ്. ആഴ്സണൽ ആ റൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ടൊണാലിനെ ഇന്നത്തെ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്താത്തത്. നെക്സ്റ്റ് കേൾക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു റൂമർ, അതായത് നമ്മുടെ 4ാമത്തെ പ്ലെയർ, എനിക്ക് തോന്നുന്നില്ല ആ ഒരു സൈനിങ് അങ്ങനെ നടക്കും എന്നുള്ളത്. ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു
പോർച്ചുഗലിന്റെ AC മിലാന്റെ റഫേൽ ലിയോൺ ആണ് നെക്സ്റ്റ് ലെഫ്റ്റ് വിങ്ങിൽ. നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഒരു ഫോക്കസില് റാഷ്ഫോർഡ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ റാഷ്ഫോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ റാഷ്ഫോർഡിനെ നിലനിർത്താൻ മൈക്കൽ കാരിക്കിന് വളരെ താല്പര്യമുണ്ട് എന്നുള്ളൊരു റൂമേഴ്സ് പുറത്തു വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു സ്വാപ്പ് ഡീൽ എന്നുള്ളൊരു റൂമേഴ്സും പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ AC മിലാനായിട്ടുള്ള കരാർ ഇപ്പോ സൈൻ ചെയ്തിട്ടില്ല റഫേൽ ലിയോൺ. അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫാബ്രിസിയോയും അതേപോലെ തന്നെ ഡേവിഡ് ഓംസ്റ്റൈനും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും അതിന്റെ ഒപ്പം തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആയിട്ട് ലാസ്റ്റ് ആളുടെ ഒരു പ്രാക്ടീസ് മാച്ചിൽ ഉള്ള ഒരു ഗ്ലിംപ്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ വന്ന കമന്റ്സിൽ ഫുള്ള് യുണൈറ്റഡിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് അത് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. റഫേൽ ലിയോൺ എന്നെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് സൈനിങ്ങിൽ ഒരു അഡീഷൻ ആകുമോ എങ്കിൽ അതൊരു വളരെ മികച്ച തീരുമാനമായിരിക്കും. ലാസ്റ്റ് സീസണിൽ പുള്ളിക്കാരനെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 11 ഗോളുകൾ 11 അസിസ്റ്റിന്റെ അടുത്ത് ഏറെക്കുറെ നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാതെ ഒരിക്കലും റഫേൽ ലിയോണിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റഫേൽ ലിയോൺ ലെഫ്റ്റ് സൈഡിൽ ഡിഫെൻസീവ് ഏരിയയിൽ വീക്കാണ്. പുള്ളി ഗോൾ സ്കോറിങ്, പുള്ളി ക്രിയേറ്റീവ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഡിഫെൻസീവ് ഏരിയയിലേക്കുള്ള വർക്ക് റേറ്റ് വളരെ വീക്കാണ്. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ലൂക്ക് ഷോ, റഫേൽ ലിയോൺ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റാഷ്ഫോർഡിന്റെ ഈ ലാസ്റ്റ് സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു, ആ അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു. അതുകൊണ്ട് ഒരിക്കലും ലെഫ്റ്റ് ബാക്കിന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം റഫേൽ ലിയോണിലേക്കുള്ള ഒരു മൂവ്മെന്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് പ്ലെയർ ആരെയാണ് നെക്സ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ പോകുന്നത്, അതിന്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.